ജോസഫച്ചൻ മോനെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് ചേർത്ത് പൂശി വിട്ടു മോനെ. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെളിയിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടി ചെന്നപ്പോഴത്തേക്ക് 2 മഴവില്ല് മേളിൽ നിരഞ്ഞു. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ 2 മഴവിൽ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മകനെ മാതാവ് തൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എൻ്റെ മകൻ മാതാവിൻ്റെ സന്ദേശം എനിക്ക് കിട്ടിയത്. എനിക്ക് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് പനിയായി. ഞാൻ പനിയുടെ മരുന്നും കഴിച്ച് ഞാൻ ഒരു ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ വാടിപ്പള്ളി ഇടവകയിൽ ആരാധന നടക്കുന്നു, ഭയങ്കരമായ സ്തുതിപ്പ് ആരാധന. അപ്പം ഞാൻ അവിടെ നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പള്ളിയുടെ സൈഡിലൂടെ ഒരു പുഴ ഒഴുകി പോകുന്നു. ആ പുഴയുടെ സൈഡിലൂടെ അച്ഛൻ നടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ട്. ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകൻ ഇങ്ങനെ വയ്യ. അപ്പം അച്ഛൻ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, എല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം കാണിച്ച ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തോ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിനോട്, വേറൊന്നും ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്ന് ചിരിച്ച് എന്നെ നോക്കി, ചിരിച്ചിട്ട് പറഞ്ഞു, മോൻ നടന്ന് നോക്കട്ട്, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം അവനെ